പാപക്ഷമ അംഗീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകും. അത് അംഗീകരിക്കാത്ത പക്ഷം കുറ്റബോധത്തിൽ സദാ കഴിയേണ്ടി വരും. പലപ്പോഴും നാം ജീവിതത്തിൽ ചെയ്തു പോയ പല തെറ്റുകളും വീണ്ടും വീണ്ടും ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ? വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുന്നത് ദൈവം നമ്മോട് ക്ഷമിക്കാഞ്ഞിട്ടല്ല, പിന്നെയോ നാം തന്നെ നമ്മോട് സ്വയം ക്ഷമിക്കാത്തതിനാലാണ്. ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം നാം പിന്നീട് ഒരിക്കലും ഏറ്റുപറയേണ്ടതില്ല, കാരണം ദൈവം അത് ക്ഷമിച്ചു. നമുക്കെതിരെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ നാം അത് ക്ഷമിച്ചാൽ പോലും മറക്കാറില്ല, ഇല്ലേ? മറക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൽ നിന്നും മായ്ച്ചു കളയുക എന്നല്ല, അത് ആരെക്കൊണ്ട് സാധിക്കില്ല. പിന്നെ അത് നമ്മിൽ ഉണ്ടാക്കിയ കയ്പോ പകയോ പൂർണ്ണമായി എടുത്തു മാറ്റില്ല എന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ചില അവസരങ്ങളിലെങ്കിലും അത് പൊങ്ങി വരികയും നമ്മെ അസഹ്യപ്പെടുത്തുകയും ചെയ്യാറില്ലേ? എന്നാൽ നമ്മുടെ തെറ്റ് മനഃപൂർവ്വമായി നാം ദൈവത്തോട് ഏറ്റു പറഞ്ഞു എന്നാൽ ദൈവം അത് പൂർണ്ണമായി ക്ഷമിക്കും. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാകുന്നു ദാവീദിൻ്റെ ജീവിതാനുഭവം. സാമുവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദ് ചെയ്ത പാപത്തെ വിവരിച്ചിട്ടുണ്ട്. ഓർക്കണം, ശമൂവേലിൻ്റെ പുസ്തകം മനുഷ്യവീക്ഷണത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്നാൽ അതേ കാലയളവിൽ അതിനെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ വിവരിക്കുമ്പോൾ ദാവീദിൻ്റെ ആ പാപത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. കാരണം ദിനവൃത്താന്ത പുസ്തകങ്ങൾ ദൈവിക വീക്ഷണത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. തന്നോട് പാപമേറ്റു പറയുന്ന ഒരാളോട് ദൈവം പൂർണ്ണമായി ക്ഷമിക്കുന്നു. എത്ര ആശ്വാസം തരുന്ന ഒരു വസ്തുതയാണിതില്ലേ? നമുക്ക് ആ ഭാഗം തന്നെ ഒന്ന് നോക്കാം. 1 ദിനവൃത്താന്തങ്ങൾ 19 അധ്യായം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 20 അധ്യായവും 21 അധ്യായത്തിൻ്റെ 6 വാക്യം വരെ നമുക്ക് നോക്കാം. എടുത്താട്ടെ, 1 ദിനവൃത്താന്തങ്ങൾ 20 അധ്യായം. ഒന്ന് ദിനവൃത്താന്തങ്ങൾ 19 അധ്യായം വരെയാണല്ലോ നാം കണ്ടു കഴിഞ്ഞത്. ഇന്ന് 20 അധ്യായം നമുക്ക് നോക്കാം. ഇസ്രായേലിൻ്റെ, പ്രത്യേകിച്ച് ദാവീദിൻ്റെ നിരന്തരമായ ശത്രുക്കൾ അമ്മോന്യരും ഫെലിസ്ത്യരുമായിരുന്നു. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു അവർക്ക്. 20 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നു, പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യബലത്തോടെ പുറപ്പെട്ട് അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബ്ബയെ വളഞ്ഞു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോവാബ് രബ്ബയെ പിടിച്ച് നശിപ്പിച്ചു. യോവാബ് ഈ സന്ദർഭത്തിൽ മാത്രമാണ് ഇതിന് തുനിഞ്ഞത് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും ദാവീദ് അമ്മോന്യരുടെ പുതിയ രാജാവുമായി സ്നേഹബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അവൻ ദാവീദിനെ പ്രകോപിപ്പിക്കുകയും ദാവീദിനെതിരായി യുദ്ധത്തിന് വരികയും ചെയ്ത കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമത്രേ. ഇത് ആ യുദ്ധത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാകും. ശത്രുവുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ല. തിന്മയുമായി യാതൊരു വിട്ടുവീഴ്ചാ മനോഭാവവും പാടില്ല. തെറ്റും ശരിയും കൂടി ഒന്നിച്ചു പോകട്ടെ എന്ന ഇന്നത്തെ ചിന്താഗതി തികച്ചും തെറ്റാണ്. നാം ആമോസിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ ദുഷ്ടതയുമായി നടക്കുകയാകുന്നുവെങ്കിൽ താങ്കൾ അതുമായി ഒത്തുചേർന്നതുകൊണ്ട് മാത്രമാണ് അപ്രകാരം നടക്കുന്നത്. താങ്കൾ തിന്മയുമായി പൊരുത്തപ്പെട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. ലോകം ഇക്കാര്യം മറന്നു കളഞ്ഞിരിക്കുകയാണ്. തിന്മയെ നാം എല്ലായ്പ്പോഴും എവിടെയും എതിർക്കേണ്ടത് ആവശ്യമാണ്. തെറ്റിനെ വെറുക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശരി ചെയ്യുവാനുള്ള പ്രചോദനമായി തീരുന്നത്. തെറ്റും ശരിയും തമ്മിൽ എപ്പോഴും എതിർചേരികളിലാകുന്നു നിൽക്കുന്നത് എന്നോർക്കണം. അവ തമ്മിൽ ഒരു യോജിപ്പും സാധ്യമല്ല. ഈ യുദ്ധസമയത്താണ് ദാവീദ് യെരുശലേമിൽ താമസിക്കുകയും ആ സമയത്ത് ബത്ശബയുമായി പാപം ചെയ്യുകയും ചെയ്തത്. ഓർക്കുന്നുണ്ടല്ലോ, അത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ പാപത്തെക്കുറിച്ച് ദൈവം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന ദൈവമാകുന്നു.
അവൻ നമ്മുടെ പാപങ്ങളെ പിന്നീട് ഓർക്കുന്നതുമില്ല. ദൈവം ദാവീദിൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിനവൃത്താന്ത പുസ്തകം ദൈവിക കാഴ്ചപ്പാടിൽ എഴുതപ്പെട്ടതായ ചരിത്രമാകുന്നു എന്ന്. എന്നാൽ ശമൂവേലിൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ചരിത്രം എങ്ങനെ ഇരുന്നാൽ അതാകുന്നു പറഞ്ഞിരിക്കുന്നത്. ദൈവിക കാഴ്ചപ്പാടിൽ ദൈവം ക്ഷമിച്ചതിനെ പിന്നെ അവൻ എടുത്തു പറയുന്നില്ല. 32-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ട് ദാവീദ് ഇപ്രകാരം എഴുതി, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. ഭാഗ്യവാൻ, അനുഗ്രഹീതൻ. സാഹചര്യങ്ങൾ കെടുത്തു കളവാൻ സാധിക്കാത്ത സന്തോഷം പ്രാപിക്കുന്ന മനുഷ്യൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ എത്ര വലിയ പാപിയായിരുന്നാലും ദൈവം താങ്കളുടെ പാപം ക്ഷമിച്ചു തരുവാൻ തയ്യാറാണ്. താങ്കൾ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് താങ്കളുടെ പാപം ഏറ്റുപറയുക. അവിടുന്ന് താങ്കളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരിക മാത്രമല്ല, പിന്നീട് ഒരിക്കലും അവനതിനെ ഓർക്കാതെ വണ്ണം മായ്ച്ചു കളയുകയും ചെയ്യും. എത്ര മനോഹരമായ ഒരു അനുഭവമാണത്. പാപം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന കുറ്റബോധത്താൽ മനുഷ്യർ ഞെളിപിരി കൊള്ളുകയാണ്. പിൻപോട്ട് നോക്കുമ്പോൾ കുറ്റബോധം. ആരോട് തെറ്റ് ചെയ്തുവോ അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജയും കുറ്റബോധവും ഇതെങ്ങനെ കളയും എന്ന് ചിന്തിച്ച് താങ്കൾ ഭാരപ്പെടുകയാകുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അതിനുള്ള ഒരേ ഒരു മാർഗം ദൈവസന്നിധിയിലേക്ക് ചെന്ന് താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറയുക. തുടർന്ന് ഇസ്രായേലിൻ്റെ ഒരു നിത്യശത്രുവായ ഫെലിസ്ത്യരെക്കുറിച്ചാണ് നാം കാണുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അതിൻ്റെ ശേഷം ഗേസേരിൽ വെച്ച് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഹുശാത്യനായ സിബെഖായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായീരിൻ്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിൻ്റെ സഹോദരനായ ലമ്മിയെ വെട്ടിക്കൊന്നു. അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെ ആയിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായകനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. അവനും റാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. ഫെലിസ്ത്യരുമായുള്ള ഈ പോരാട്ടത്തിൽ ദാവീദും അവൻ്റെ ആളുകളും 3 ദീർഘകായകരായ ആളുകളെ കൊന്നുകളഞ്ഞു. അതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെറുതെയല്ല എന്ന കാര്യം ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതാണ്. മല്ലനായ ഗോലിയാത്തിനെ കൊന്ന് ദാവീദ് അന്നേ പ്രശസ്തി നേടിയിരുന്നു. ദാവീദിൻ്റെ ജീവകാലത്തൊക്കെയും ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ നിത്യശത്രുക്കളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഓരോ വിശ്വാസിക്കും നിരന്തരമായ ഒരു ശത്രുവുണ്ട്. താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പടയാളി കൂടിയാണ്. ആത്മീയമായ പോരാട്ടത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടത്രേ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നാം ആർക്കെതിരായും മാർച്ച് ചെയ്യേണ്ടതില്ല. ആയുധവർഗം ധരിച്ചുകൊണ്ട് നിൽക്കുവാനാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. താങ്കൾ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, അതിനുവേണ്ടി നിൽക്കുന്നുവെങ്കിൽ താങ്കൾ ഒരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ യുദ്ധത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ലോകത്തിൽ തിന്മ നിലനിൽക്കുന്നിടത്തോളം കാലം നാം പോരാട്ടത്തിൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. എഫെസ്യർ 6:13. ഇതാണ് ഈ അധ്യായത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൂത്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ജനസംഖ്യ എടുക്കുന്ന പാപമാണ് നാം കാണുന്നത്. ദാവീദിൻ്റെ ഏറ്റവും വലിയ പാപത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ബത്ശേബയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നോർക്കണം.
ഇതിലെന്താണ് ഇത്ര വലിയ പാപം അഥവാ തെറ്റ് എന്ന് അനേകർ ചോദിക്കുന്ന വിധത്തിലുള്ള പാപമായിരുന്നു അത്. ദാവീദ് ബത്ശേബയുമായുള്ള പാപത്തെ വലിയ പാപമായി എല്ലാവരും കാണുന്നു. വ്യഭിചാരം അത് വലിയ പാപമാണ്. തീർച്ചയായും ഞാനും അതങ്ങനെ തന്നെ കാണുന്നു. അത് ഭയങ്കരമായ പാപമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നാം ഇനിയും പഠിക്കുവാൻ പോകുന്ന 23-ാം അധ്യായത്തിലും ദിനവൃത്താന്ത പുസ്തകങ്ങളിലെ മറ്റ് ഭാഗങ്ങളിൽ എന്ന പോലെ ദൈവിക വീക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ദൈവം ദാവീദിൻ്റെ ബത്ശേബയുമായുള്ള പാപത്തെ രേഖപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് ജനത്തെ എണ്ണുന്നതായ അവൻ്റെ പാപത്തെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അത് ആത്മീയ നിലവാരത്തിലുള്ള കാര്യമായിരുന്നു. അത് ദാവീദിൻ്റെ രക്ഷയെ ബാധിക്കയില്ലെങ്കിലും നിശ്ചയമായും ദാവീദിനെയും ഇസ്രായേൽ ജാതിയെയും ദൈവവുമായുള്ള അവരുടെ വ്യക്തിപരമായ ബന്ധത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. നിങ്ങൾ എന്നോടൊപ്പം 21-ാം അധ്യായം ഒന്ന് നോക്കുമോ? അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു, അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. യഥാർത്ഥ കുറ്റവാളിയെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആരാണെന്നറിയാമോ? ഇത് സാത്താന്യമായിരുന്നു. ഈ സംഭവത്തിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. ദാവീദിൻ്റെ വലിയ പാപത്തിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. ബത്ശേബയുമായുള്ള ദാവീദിൻ്റെ പാപം വ്യക്തിപരമായ പാപമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല. ജഡത്തിൻ്റെ ഒരു പാപമായിരുന്നു അത്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം നിലവിളിക്കുന്നു, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ, നീ എന്നോട് കൃപ കാണിക്കണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. ബത്ശേബയുമായുള്ള തൻ്റെ പാപത്തെ ദാവീദ് ഏറ്റുപറഞ്ഞു. അതാണ് അവനിവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു എന്ന്. അങ്ങനെ സാത്താൻ ജനത്തെ എണ്ണുവാൻ തക്കവണ്ണം ദാവീദിനെ പ്രേരിപ്പിച്ചു. തെറ്റ് ചെയ്യുന്നതിനായി മനുഷ്യരെ നിർബന്ധിക്കുവാൻ സാത്താന് കഴിയുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവിടെ കുറ്റവാളി സാത്താനാണെങ്കിൽ എന്തിന് ദാവീദിനെ ശിക്ഷിക്കണം? നല്ല ഒന്നാന്തരം ചോദ്യം. സ്കൂളിൽ പഠിക്കുമ്പോൾ നാമൊക്കെ ആരെയെങ്കിലും സഹപാഠികളെ അടിച്ചിട്ട് ഞാനല്ല അടിച്ചത് കൈയാകുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതുപോലെ മാത്രമേ ഉള്ളൂ ഇത്. ഇങ്ങനെ ഒരു ആശയവുമായി സാത്താൻ ദാവീദിനെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ആ പരീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത് ദാവീദാണ്. ഏദൻ തോട്ടം മുതൽ മനുഷ്യനെക്കൊണ്ട് പാപം ചെയ്യിക്കുവാനുള്ള പരീക്ഷകളുമായി നടക്കുകയാണ് സാത്താൻ. ദാവീദിൻ്റെ എണ്ണൽ ദൈവത്തിൻ്റെ നിയമത്തിനെതിരായിരുന്നില്ല. എന്നാൽ അതിനുള്ള കാരണം പറഞ്ഞതാണ് തെറ്റ്. തൻ്റെ യഥാർത്ഥ ശക്തി ദൈവത്തിങ്കിൽ നിന്നാണ് എന്നുള്ള കാര്യം മറന്ന് തൻ്റെ വലിയ സൈന്യത്തിൽ നിഗളിക്കുക. യോവാബ് പോലും ദാവീദിൻ്റെ കാൽവെപ്പിനെ എതിർക്കുന്നതായി നാം കാണുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. രണ്ടാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ദാവീദ് യോവാബിനോടും ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിനെ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. രണ്ട് സന്ദർഭങ്ങളിൽ മോശ ജനത്തെ എണ്ണിയതായി നാം വായിക്കുന്നു. മരുഭൂമിയിലെ യാത്രയുടെ ആരംഭത്തിലും പിന്നീട് മരുഭൂമി യാത്രയുടെ അവസാനത്തിലും. അന്ന് മോശ ജനത്തെ എണ്ണി നോക്കിയതായി സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ തെറ്റുണ്ടായിരുന്നില്ല. കുറഞ്ഞത് ദൈവം അതിൽ തെറ്റ് കണ്ടില്ല. എന്നാൽ ഇവിടെ ദാവീദ് ജനത്തെ എണ്ണി നോക്കി. അത് പാപമായി. ദാവീദിൻ്റെ അഹങ്കാരം മൂലമാണ് അവൻ ജനത്തെ എണ്ണുവാൻ തീരുമാനിച്ചത് എന്നത്രേ ചിലർ പറയാറുള്ളത്. നമുക്ക്
അതങ്ങനെ തന്നെ ആകുന്നുവോ എന്ന് മുൻപോട്ട് നോക്കാം. 21 അധ്യായത്തിൻ്റെ 3 വാക്യം നോക്കിക്കാട്ടെ. അതിന് യോവാബ്, യഹോവ തൻ്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും എൻ്റെ യജമാനനായ രാജാവേ, അവരൊക്കെയും യജമാനൻ്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നതെന്ത്? ഇസ്രായേലിന് കുറ്റത്തിൻ്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിനെ എതിർത്ത ആദ്യത്തെ ആളിനെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിന് കണക്കുകൾ ആവശ്യമായിരുന്നു. കണക്കുകളിൽ ഒരു പാപമുണ്ട്. ഇന്ന് എല്ലാം കമ്പ്യൂട്ടറിലാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൽ ഒരു അഹങ്കാരമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയ യോവാബ്, അതായത് ദാവീദ് അങ്ങനെ എണ്ണുവാൻ തുടങ്ങുന്നത് തെറ്റാകുന്നു എന്ന് മനസ്സിലാക്കിയ യോവാബ് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇതിൽ അഹങ്കാരം ഉൾക്കൊള്ളുന്നെങ്കിൽ തന്നെയും ഈ പാപത്തിൻ്റെ പൂർണ്ണ വിശദീകരണം അതിൽ നമുക്ക് ലഭിക്കുന്നില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 9 അധ്യായത്തിൻ്റെ 23 24 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ദാവീദ് ദൈവത്തിലല്ല, തൻ്റെ ശക്തിയിലാണ് പ്രശംസിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ജനസംഖ്യ എടുക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അവിശ്വാസമെന്ന വലിയ പാപമാണ് ദാവീദിനെ ഈ കാര്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന് കാണുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുവാൻ മനസ്സില്ലാത്ത ആ അവസ്ഥ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അംഗസംഖ്യാബലത്തിലാണ് ദാവീദ് ആശ്രയിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു വലിയ പാപമാണിത്. ആരംഭകാലത്ത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. എന്നാൽ ഇപ്പോൾ കൂടുതൽ സമയം ബാങ്ക് ബാലൻസിലും അതുപോലെ എനിക്ക് ലഭിക്കുന്നതായ സാമ്പത്തിക ലാഭങ്ങളിലും ശ്രദ്ധ. ഒരു കാലത്ത് കുഞ്ഞുങ്ങളുമായിരുന്ന് ദൈവവചനം പഠിക്കുവാനും കുടുംബ പ്രാർത്ഥനയ്ക്കും ഭവനത്തിലെ ആത്മീക അന്തരീക്ഷത്തിനും വളരെയധികം സമയം ചെലവഴിച്ച വ്യക്തി ഇന്ന് അതിന് സമയമില്ലാതെ ഒരുപക്ഷെ കൊച്ചുമക്കളെ വളർത്തുവാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും നാട്ടിലില്ലാത്ത മക്കളുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ നോക്കി നടത്തുവാനും സമയം ചെലവഴിക്കുന്നതിനാൽ ദൈവിക കാര്യങ്ങൾക്ക് സമയമില്ല. ആശ്രയം എവിടെയായിപ്പോയി സുഹൃത്തെ? 4, 5, 6 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാൽ യോവാബ് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രായേലിലും കൂടി സഞ്ചരിച്ചു യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികളെല്ലാം കൂടി 11 ലക്ഷം പേർ. യഹൂദയിൽ ആയുധപാണികൾ 4,70,000 പേർ. എന്നാൽ രാജാവിൻ്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു യോവാബിനാണ് കൂടുതൽ ആത്മീകമായിട്ടുള്ള വിവേചന ശക്തിയുള്ളത് എന്ന്. അത് സാധ്യമാണങ്ങനെ. ഇസ്രായേലിൽ ദാവീദിന് 11 ലക്ഷം ആളുകളും യഹൂദയിൽ 5 ലക്ഷം ആളുകളും ഉണ്ടായിരുന്നു. മോശ ജനസംഖ്യ എടുത്തപ്പോൾ 6,03,000 പേരാണ് ഉണ്ടായിരുന്നത്. മോശയ്ക്കുണ്ടായിരുന്നതിനേക്കാൾ 10 ലക്ഷം ആളുകൾ ദാവീദിനിപ്പോൾ കൂടുതലായിട്ടുണ്ട്. ഇടയബാലനായിരുന്ന ദാവീദ്, കാട്ടിൽ ആടിനെ തീറ്റി നടന്നിരുന്ന ദാവീദ്, ഇസ്രായേൽ പാളയത്തിൽ വന്നപ്പോൾ മല്ലനായ ഗോല്യാത്ത് ഇസ്രായേലിനെ നിന്ദിക്കുന്നത് കണ്ട് രക്തം തിളച്ചതായ ദാവീദ്. അപ്പോൾ ഈ ഇടയബാലന് ജനസംഖ്യ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ സൈന്യത്തെ അപ്പോൾ എണ്ണി നോക്കിയില്ല. ഞാൻ അവന് നേരെ ചെല്ലാം എന്ന് മാത്രമേ അന്ന് ദാവീദ് പറഞ്ഞുള്ളൂ. എൻ്റെ കൂടെ എത്ര പേരുണ്ട് എന്നവൻ നോക്കിയില്ല. അവൻ പറഞ്ഞത്, ജീവനുള്ള ദൈവത്തിൻ്റെ
നിരകളെ നിന്ദിക്കുന്ന ഈ ദുഷ്ടനാരാണ്? എന്തുകൊണ്ട് ദാവീദിന് അത്രമാത്രം ധൈര്യം അന്നുണ്ടായി? അതെ, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഒരു കവണയും 5 കല്ലുകളും എടുത്തുകൊണ്ട് അവൻ ഗോല്യാത്തിന് നേരെ ചെന്നു. പ്രിയ സുഹൃത്തെ, 10 ലക്ഷം ആളുകൾ നിങ്ങളോടുകൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് സാധാരണ തോന്നുവാൻ സാധ്യതയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ വെറും ഒരു കവണയും സാധാരണ 5 കല്ലും മാത്രം കൈവശമുള്ളപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ അല്ലാതെ വേറെ ആരെയാണ് വിളിക്കുവാൻ സാധിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇതല്ലേ വാസ്തവം? പണ്ട് ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നപ്പോൾ താങ്കൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു, അവനിൽ ആശ്രയിച്ചു. കൂടുതൽ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിച്ചു. അവൻ താങ്കളെ ഭൗമികമായി സമൃദ്ധിയിലേക്ക് നയിക്കുകയും ഇന്ന് എല്ലാ ഉന്നതമായ സാഹചര്യങ്ങളും നൽകിത്തരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ന് ദൈവത്തെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനല്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അന്നുണ്ടായിരുന്ന ആ ആശ്രയവും സമർപ്പണവും ഇന്നുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതായ വസ്തുതയാണ്. ഇന്ന് നാം നമ്മുടെ കഴിവുകളിലും നേട്ടങ്ങളിലുമല്ലേ കൂടുതൽ ആശ്രയിക്കുന്നത്? നമ്മുടെ ആശ്രയം ആരിലാണ് എന്ന് നമുക്ക് ഗൗരവമായി ഒന്ന് ചിന്തിക്കേണ്ട അവസരമാണിത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ അവനിൽ കൂടുതൽ ആശ്രയിച്ച് അവനെ ആശ്രയമാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? യോവാബ് ദാവീദിൻ്റെ ഈ സംരംഭത്തെ എതിർക്കുന്നതായി നാം കാണുന്നു. ദാവീദോ ഈ ജനമെല്ലാം തൻ്റേതാകുന്നു എന്നറിഞ്ഞിട്ടും ദൈവഹിതം മനസ്സിലാക്കിയിട്ടും അതിനെ എതിർക്കുന്നു. യോവാബ് പറയുകയാണ്, ദാവീദേ, യജമാനനെ, ഈ ജനമെല്ലാം നിന്റെ വകയാണ്, അവരെ നീ എണ്ണേണ്ട ഒരാവശ്യവുമില്ല. ദൈവം നിനക്ക് ഈ ജനത്തെ മുഴുവൻ നൽകിയിരിക്കുന്നു, അവർ മതിയാകുകയും ചെയ്യും. എന്നാൽ ജനസംഖ്യ എടുക്കുന്ന കാര്യത്തിൽ ദാവീദ് നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ അവനത് ചെയ്തു. ഇന്ന് തങ്ങളുടെ കൈവശം അണുബോംബുകളും മറ്റ് യുദ്ധസാമഗ്രികളും ഉള്ളതുകൊണ്ട് ദൈവത്തെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം രാഷ്ട്രങ്ങളുണ്ട്. പ്രിയ സുഹൃത്തെ, നമുക്ക് ദൈവത്തെ ആവശ്യമെന്നല്ല, അത്യാവശ്യമാണ്. തെറ്റായ കാര്യത്തിലാണ് ഇന്ന് ജനങ്ങൾ ആശ്രയം വെക്കുന്നത്. ദാവീദിൻ്റെ ഏറ്റവും വലിയ പാപം അവൻ്റെ അവിശ്വാസമായിരുന്നു. ഇത്രത്തോളം വിജയകരമായി നടത്തുവാൻ കഴിവുള്ള ദൈവം തുടർന്നും തന്നെ നടത്തുവാൻ മതിയായവനാണെന്ന് പൂർണ്ണമായി ദൈവത്തിൽ അവൻ വിശ്വസിക്കേണ്ടിയിരുന്നു. ശൗൽ അവനെ കൊല്ലുവാൻ എത്ര വർഷങ്ങളിലാണ് ഓടിച്ചത്. എന്നാൽ ദൈവം അവനെ തൻ്റെ ഉള്ളംകൈയിൽ പരിപാലിച്ചു. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദാവീദ് ഒരു ബലഹീന നിമിഷത്തിൽ തൻ്റെ സൈന്യത്തിൽ ആശ്രയിക്കുന്നതിനായി മുൻപോട്ടിറങ്ങിത്തിരിച്ചു. അവിശ്വാസം പാപമാകുന്നു എന്ന് നാം പലപ്പോഴും പരിഗണിക്കാറില്ല. ദാവീദിൻ്റെ ബത്ശേബയുമായുള്ള പാപത്തെ മാത്രം കാണുന്നത് പോലെയാണിത്. പ്രിയരെ, ദൈവത്തെ അവിശ്വസിക്കുന്നത് ഏറ്റവും വലിയ പാപമാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമത്രേ. അതിനായിട്ടാകുന്നു ദൈവം ഈ സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിശ്വാസത്തിൻ്റെ പിന്നിൽ എല്ലായ്പ്പോഴും സാത്താൻ്റെ പ്രവർത്തനമാണുള്ളത്. നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലും അവൻ അവിശ്വാസം കൊണ്ടുവരുന്നു. അങ്ങനെ നാം ദൈവത്തെ അവിശ്വസിക്കുന്നു. മനുഷ്യരിലും സൈന്യത്തിലും പണത്തിലും പ്രതാപത്തിലും സ്ഥാനമാനങ്ങളിലും ദൈവമൊഴികെ മറ്റെന്തിലും ആശ്രയിപ്പാൻ സാത്താൻ നമ്മെ എല്ലായ്പ്പോഴും പ്രേരിപ്പിക്കുന്നു. ജനത്തെ എണ്ണി നോക്കുന്നതിൽ ദാവീദ് ചെയ്ത പാപം അതായിരുന്നു. ഇന്നും അനേകർ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം കണക്കുകളിൽ ആശ്രയം വെക്കുന്നു. ക്രിസ്തുവിലല്ല, അവരുടെ ആശ്രയം കണക്കുകളിലാണ്.
കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയം വെക്കുന്നതിന് പകരം അവർ സംഖ്യകളിൽ ആശ്രയിക്കുന്നു. ദാവീദ് തൻ്റെ പാഠം പഠിച്ചു. ഇത് ശ്രദ്ധിക്കുക, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇത് പാടിയത് ദാവീദാണ്. വീണ്ടും 71 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ടോ സുഹൃത്തെ? നാം ദൈവത്തെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ഏത് വിധത്തിലുള്ള പാപമാണത്? അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ടുള്ള പാപം എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ നാം വായിക്കുന്നത്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു എന്നത്രേ റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ദാവീദിൻ്റെ പാപം അതായിരുന്നു. താൻ എത്ര ഭയങ്കരമായ കുറ്റമാണ് ചെയ്തത് എന്ന് ദാവീദ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ തുടങ്ങി. വലിയ പാപമെന്നും ചെറിയ പാപമെന്നും തരംതിരിക്കുന്നത് സാധാരണ മനുഷ്യ സ്വഭാവമാണ്. ദൈവത്തെ അവിശ്വസിക്കുന്നതാകുന്നു ദൈവം വലിയ പാപമായി കാണുന്നത്. അത് ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തെ അവിശ്വസിക്കുന്ന പാപം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ഇത് കാണുവാനും കേൾക്കുവാനും നിങ്ങൾ താല്പര്യപ്പെടുന്നതിന് നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.